ലോകത്തെ നെട്ടിച്ചുകൊണ്ട് ഇറാൻ റഷ്യ ചൈന ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ആണവായുധം. ഒന്നാമത്തെ ആണവായുധം ഹോർമോസ് കടലാണ്. അത് ഇറാൻ പ്രയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ ശരിക്കുള്ള ആണവായുധം ഉണ്ടാക്കാൻ പോവുകയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റഷ്യ വന്നുകൊണ്ട് നിൽക്കുകയാണ്. റഷ്യ അവിടേക്ക് എത്തിക്കഴിഞ്ഞു, ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞു. മനസ്സിലാക്കാൻ അറിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്തുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, വീഡിയോ മാക്സിമം ആൾക്കാർ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എക്കാര്യത്തിൽ നടക്കാം. മനസ്സിലാക്കി. യുദ്ധം തുടങ്ങുന്നത് കുറച്ച് മുമ്പായിട്ട് വരെ 700ഓളം റഷ്യയുടെ ആൾക്കാർ ആണവോദായുധം ബന്ധപ്പെട്ട് ഇറാൻ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ആ സമയം യുദ്ധം തുടങ്ങിയ സമയത്താണ് റഷ്യ ഈ ആൾക്കാരെ മൊത്തം പിൻവലിച്ചു. ഇപ്പം എന്താ പറയുക, അമേരിക്കയുടെ കരാറുകളൊന്നും അമേരിക്ക ഒരു പട്ടിലെ വില പോലും വെച്ചിട്ടില്ല. കാരണം ഒരു അമേരിക്കയെ തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങിയ സമയത്ത് റഷ്യ മുൻകൈ എടുത്ത് ഇറങ്ങി. ഇപ്പോൾ റഷ്യയുടെ ആൾക്കാർ, വിദഗ്ധന്മാർ, ആണവ ഉണ്ടാക്കാൻ പറ്റിയ വിദഗ്ധന്മാർ ഇറാനിലേക്ക് എത്തിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതേപോലെ രസകരമായ കാര്യം എന്താ പറയുക, ഇറാൻ അത് പുറത്ത് വിട്ടു എന്നുള്ളതാണ്. 3 പിക്ചറുകളാണ് പുറത്ത് വിട്ടത്. 3 പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാറ്റലൈറ്റ് പിക്ചറുകളാണ് പുറത്തേക്ക് വിട്ടത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രാപ്പാണ്. മനസ്സിലാക്കാൻ തന്നെ അറിയോ, ഇറാനെ സംബന്ധിച്ചോളം ഈ 3 സ്ഥലത്ത് വെച്ചിട്ടും അല്ല ആണവായുധം ഉണ്ടാക്കുന്നത്. ഇവരെ കണ്ടവും കേട്ടവും സ്ഥലത്ത് വെച്ചിട്ടല്ല ആണവായുധം ഉണ്ടാക്കുന്നത്, വേറൊരു ഏരിയയിൽ വെച്ചിട്ടാണ്. അതാർക്കും അറിയില്ല. അത് ഇറാനിലുള്ള കുറച്ച് പേർക്കും അതേ റഷ്യൻ്റെ ഈ ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ ഇത് എവിടെയാണ് സ്ഥലം, എവിടെയാണ് ലൊക്കേഷൻ. ഭൂമിൻ്റെ അടിയിൽ അത്രക്കും മടി. എന്താ പറയുക, പറയാൻ കാരണം അറിയോ, ഇത് കേട്ട് കഴിഞ്ഞ് വെച്ചാൽ കിലോമീറ്ററോളം താഴത്താണ് പറയുന്നത്. കിലോമീറ്ററോളം താഴത്ത് ഉള്ള ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു കൊട്ടാരം അല്ലെങ്കിൽ വലിയൊരു ഹാർഡ് പോലെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്ന റിപ്പോർട്ട് പുറത്തു കൊടുക്കുക. ഇപ്പം 7ഓളം ആൾക്കാർ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. റഷ്യയുടെ ആൾക്കാർ എത്തി, ഇറാൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, അടുത്ത ദിവസങ്ങളിലായിട്ട് ഏകദേശം 400ഓളം ഇറാൻ്റെ വിദഗ്ധന്മാർ ഇവിടേക്ക് എത്തിപ്പെടുന്നു. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണവായുധം കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് റെഡി ആവുന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. 8ന്റെ പണിയല്ലേ. കാരണം അറിയോ, ഇറാനിനെ സംബന്ധിച്ചോളം ആണവായുധം ഉണ്ടാക്കില്ല എന്നുള്ളത് ഓലെ എന്താ പറയുക, ഒരു പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. പക്ഷെ ആ അമേരിക്കൻ്റെ എന്താ പറയുക, ഒരു വിലയില്ലാത്ത വാക്കുകൾ, ട്രംപിൻ്റെ എന്താ പറയുക, ഒരു വാക്കിനും വിലയില്ല പലിശ, എന്താ പറയുക, സാഹചര്യം കെട്ടിക്കാൻ ചതിച്ച് കൊല്ലാൻ ചതിയുടെയും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇറാന് മനസ്സിലായി ഈ ആണവായുധം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും ഇറാൻ ആണവായുധത്തിലേക്ക് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. ഏതായാലും അടിപൊളി ഒരു പുതിയ ടെസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഏതായാലും ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധമൊക്കെ ഏകദേശം തീരുമാനമാവും. കാരണം എന്താ അറിയോ, ഏറ്റവും വലിയ പേടി ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ അറിയോ, റഷ്യൻ്റെ കയ്യിലും അതേപോലെ റഷ്യൻ്റെ കയ്യിലുള്ള പ്രശ്നമല്ല, അമേരിക്കൻ്റെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലും ഈ ആണവായുധം ഉണ്ടെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അതിൻ്റെ പ്രശ്നം അതിനാർക്കാ പ്രശ്നം? ഒരു പ്രശ്നം ആർക്കും ഇല്ല. കാരണം ഓർക്ക് പേടിയാണ്. ഇറാൻ്റെ ഒരു സേഫായിട്ട് സാധനം നടക്കും. റഷ്യനെയും അതേപോലെ ചൈനയിലെടുത്തുള്ള സാധനം സേഫായി കിടക്കും. അമേരിക്കയുടെ അടുത്ത് ഇസ്രായേലായിട്ടുള്ള സാധനം സേഫ് അല്ല. ഒരിക്കലും ആണവായുധം സേഫ് അല്ല. കാരണം ഓര് പ്രയോഗിക്കും. കാരണം എന്താ അറിയോ, ഓർക്ക് മനുഷ്യപ്പറ്റില്ലാത്ത ടീമാണ്. ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.